ഇന്നത്തെ നമ്മുടെ സൈന്യത്തിന്റെ ബ്രീഫിംഗ് നോക്കൂ. അതിൽ കൃത്യമായി ആ പോയിന്റുകൾ പറയുക മാത്രമല്ല, ആ പോയിന്റുകൾ എന്തുകൊണ്ട് രാജ്യം സെലക്ട് ചെയ്തു, എന്തുകൊണ്ടാണ് ആ പോയിന്റുകളിൽ ഇന്ത്യ ആക്രമിച്ചത്. 2008 മുംബൈ ഭീകരാക്രമണം മുതൽ കത്വയിലെ ക്ഷേത്രത്തിലെ ആക്രമണം മുതൽ ഇങ്ങനെ എണ്ണി എണ്ണി എന്തുകൊണ്ട് ഈ ടാർഗറ്റ് പോയിന്റുകൾ എന്ന് ഇന്ത്യൻ സേന വിശദീകരിച്ചു. അത് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള ഒരു മറുപടി കൂടിയാണ്. അതായത് പാകിസ്ഥാനിലെ ജനങ്ങളല്ല ഞങ്ങളുടെ ടാർഗറ്റ്, ഭീകരവാദികളാണ്, അവർക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന കൃത്യമായ സന്ദേശം. ആര്യ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഒന്ന്, ഇപ്പോൾ ആര്യ പറഞ്ഞ പോലെ തന്നെ ലോകത്തിനോട് ഇന്ത്യ പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വത്തെയോ അല്ല ലക്ഷ്യമിടുന്നത്, ഞങ്ങൾ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തു എന്ന് തന്നെയാണ് ഇന്ത്യ വളരെ വ്യക്തമായി പറയുന്നത്. ഇതൊരു ലിമിറ്റഡ് ഓപ്പറേഷനാണ്. അതായത് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞു. അതിൽ നേരത്തെ പാർലമെൻറ്റ് ആക്രമണം മുതലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ നടപടിയെടുക്കാൻ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനോട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളെ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതികളെ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പെഹൽഗാമും അടക്കമുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാനോട് ഇന്ത്യ നിലപാട് വ്യക്തമാക്കാൻ പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭീകരരുമായി ബന്ധമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭീകര പരിശീലന കേന്ദ്രങ്ങളുമില്ല എന്ന് ഇന്ന് രാവിലെ പോലും പാകിസ്ഥാൻ്റെ വാർത്താ വിതരണ മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് യാതൊരുവിധ പങ്കും ഈ വിഷയത്തിലൊന്നുമില്ല, ഇവിടെ ഒരു ഭീകരനുമില്ല, ഞങ്ങൾ ആരെയും സഹായിക്കുന്നില്ല എന്നുള്ള ആ ഒരു നരേറ്റീവ്, ആ ആഖ്യാനത്തെയാണ് ഇന്ത്യ ഇന്ന് ഈ വ്യോമാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞത്. അത് വളരെ കൃത്യവുമായിരുന്നു, വ്യക്തവുമായിരുന്നു. ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യതയോടുകൂടി തന്നെ ഇന്ത്യയുടെ വ്യോമസേന അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനകൾ നടപടിയെടുത്തു എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ഈ മൂന്ന് സംഘടനകളാണ്, ഭീകര സംഘടനകളും അവരുടെ വകഭേദങ്ങളുമാണ് ഇന്ത്യക്ക് നേരെ ഈ ഭീകരാക്രമണം നടത്തുന്നു എന്നുള്ളത്. രണ്ടാമത്തെ സന്ദേശം, ഇന്ത്യ ഇന്ന് ഈ വാർത്ത ലോകത്തെ അറിയിക്കാൻ തിരഞ്ഞെടുത്തത് 2 യുവ സേനാ ഓഫീസർമാരെയാണ്. അതായത് വനിതാ യുവ സേനാ ഓഫീസർമാരാണ്. ഈ 2 പേരും ഇന്ന് നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി ഒരു രാജ്യം, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കിയ ആ അടിത്തറയാണ് അവിടെ തകർന്നു വീണത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വരുമ്പോൾ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ഇൻവെൻറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ആ അടിത്തറയാണ് അവിടെ തകർന്നു വീണത് എന്നുകൂടി നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും വായിച്ചെടുക്കണം. ആര്യ, ശരി. ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ട് ഈ 9 പോയിന്റുകൾ അത് കൃത്യമായി പാകിസ്ഥാൻ ആർമിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളോ ആയിരുന്നില്ല ഒരിക്കലും ഇന്ത്യയുടെ ടാർഗറ്റ്. ഭീകരവാദത്തെ തുടച്ചു നീക്കുക, ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കില്ല, ഭീകരവാദികൾക്ക് നേരെ മാത്രമാണ്, അവരുടെ ക്യാമ്പുകൾക്ക് നേരെ മാത്രമാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്, നിയന്ത്രിത ആക്രമണം ഉണ്ടായത്.